ഒരുപാട് സന്തോഷിക്കുന്നത് പ്രശ്നമാണ്. ചിലപ്പോൾ പഴമക്കാർ പറയാറില്ലേ, അധികം അങ്ങ് സന്തോഷിക്കേണ്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ആരോഗ്യകരമായ സന്തോഷം എത്ര വലിയ അളവിലും നല്ലത് തന്നെയാണ്. മറിച്ച് പ്രശ്നമുണ്ടാകുന്നത് എനിക്ക് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കി സന്തോഷം മാത്രം മതി എന്ന രീതിയിൽ അതിനെ തേടുമ്പോഴാണ് അത് പ്രശ്നകരമാകുന്നത്. മറുവശത്ത് ദുഃഖങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. വലിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായ സങ്കടം, വേദന നമുക്ക് തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ദുഃഖമാകാം, ഭയമാവാം, അതിൽ നിന്ന് മനസ്സിനെ വിടർത്തി മാറ്റിക്കൊണ്ടുവരാൻ പിന്നീട് സാധിക്കാതിരിക്കുന്നു. നമ്മുടെ മനസ്സ് ആ സങ്കടത്തിന്റെ അവസ്ഥയിൽ തന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിന്റെ ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നമായിട്ട് മാറാം. ഇപ്പോൾ സന്തോഷവും സങ്കടവും ജീവിതത്തിലുണ്ട്. ഇതിന് ഇടയിലുള്ള ഒരു അനുപാതം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ഫ്രെഡറിക്സൺ എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ സങ്കടമുള്ള സമയങ്ങൾക്ക് 3 ഇരട്ടിയായി സന്തോഷമുള്ള സമയങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യകരമായ അവസ്ഥ. 1:3 എന്ന മിനിമം ബാലൻസിലേക്കെങ്കിലും നമുക്ക് എത്താൻ സാധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സന്തോഷകരമായ നിമിഷങ്ങളെ കൂടുതലായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട്. സങ്കടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ബാലൻസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ ശ്രമിച്ചാൽ അത് സ്ക്യൂഡ് ആയിരിക്കും. നമുക്ക് ശരിയായ സന്തോഷ ജീവിതം വളർത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, മനസ്സിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഫ്രീക്വന്റ് എക്സ്പീരിയൻസ് ഓഫ് പോസിറ്റീവ് എമോഷൻസ്. നമ്മൾ നിരന്തരമായി ധനാത്മക വികാരങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷകരവും ആരോഗ്യകരവുമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.